ഗുഡ് ഈവനിങ് എവറി വൺ. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോളജിയാണ്. നിങ്ങൾക്ക് കേൾക്കാനോ സ്ക്രീൻ കാണാനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, കാണാൻ പറ്റുന്നില്ല. അത് അതിന്റെ സൈറ്റിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നു സൈറ്റ് ലോഡ് ആവുന്നില്ല. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നാ. സൈറ്റ് ലോഡ് ആവുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 3 ആണ്. സോഷ്യോളജിയുടെ ചാപ്റ്റർ 3, സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ എന്തെങ്കിലും, ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുമ്പോൾ ഇടയ്ക്ക് ലാഗ് വരുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഇടയ്ക്ക് ശരിയാവാന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. നമുക്കറിയാം, ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണ്. അതായത് നമ്മളൊരു മരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മരത്തിന് പല ശാഖകളും ഉണ്ടായിരിക്കും, പല ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമ്മളൊരു മരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അതുപോലെ സൈക്കോളജി, ആന്ത്രപ്പോളജി, ഈ പറയുന്ന സബ്ജക്റ്റുകളെല്ലാം ഈ സോഷ്യൽ സയൻസിന്റെ വിവിധ ബ്രാഞ്ചുകളായിട്ട് വരുന്നതാണ്, വിവിധ ശാഖകളായിട്ട് വരുന്നതാണ്. അപ്പോ ഈ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകൾ പരസ്പരം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ ഒരു സോഷ്യോളജിക്ക് ബാക്കിയുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളുമായിട്ട് എന്താണ് ബന്ധം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. സോഷ്യോളജിയും ബാക്കിയുള്ള സബ്ജക്റ്റുകളുമായിട്ട് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സൈക്കോളജി, ആന്ത്രപ്പോളജി, സോഷ്യൽ വർക്ക്, ഈ പറയുന്ന സബ്ജക്റ്റുകളുമായിട്ട് സോഷ്യോളജിക്കുള്ള ബന്ധം എന്താണ്, ഈ സബ്ജക്റ്റുകളെല്ലാം എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നെല്ലാമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കേൾക്കുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മള് 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസ് പഠിച്ച സമയത്ത് ഈ സോഷ്യോളജിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്കൽ സയൻസും ഒക്കെ നമ്മൾ ഈ സോഷ്യൽ സയൻസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അത് സോഷ്യൽ സയൻസ് ആണോ പൊളിറ്റിക്കൽ സയൻസ് ആണോ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല.
നമ്മൾ ഇനി ആ ഒരു 10ാം ക്ലാസ്സിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവാതെ ഹിസ്റ്ററി ആയിരുന്നു അല്ലെങ്കിൽ ഇത് ജോഗ്രഫി ആയിരുന്നു എന്നൊക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററിക്കകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക? ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അത് എന്തിനെ കുറിച്ചാണ്? അത് പണ്ടത്തെ കാലത്തെ കുറിച്ച്, അതായത് മുമ്പ് നടന്നു പോയിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ്. ഭൂതകാലത്തെ കുറിച്ച്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച്, നേരത്തെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ കുറിച്ച്. ഇപ്പൊ നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചു പോയിട്ടുള്ള ആളുകളുടെ ചരിത്രത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ ഇപ്പോ ഉള്ള ആളുകളുടെ കാര്യമല്ല, നേരത്തെ ഉണ്ടായിരുന്നത് പാസ്റ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ ഹിസ്റ്ററി എഴുതുന്ന ആളുകൾ അല്ലെങ്കിൽ ഹിസ്റ്ററി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത് ആർച്ചീവ്സ് അല്ലെങ്കിൽ മ്യൂസിയംസ്, ലൈബ്രറി അല്ലെങ്കിൽ വേറെയുള്ള ആളുകളുടെ ഇപ്പൊ ജീവചരിത്രങ്ങള്, ഓട്ടോബയോഗ്രഫി, അങ്ങനെയുള്ള ഇപ്പോ യാത്രാ വിവരണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ 2 പോയിന്റുകളാണ് പറഞ്ഞത്. ഒന്ന്, ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ്, സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് ആണ്. അതുപോലെ രണ്ടാമതായിട്ട് പറയുന്നത് ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര് ഈ ഒരു ഹിസ്റ്ററിക്ക് ആവശ്യമായിട്ടുള്ള, ഈ ഒരു പഠനത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇതിന്റെ ഒരു റെക്കോർഡ്സ് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആർച്ചീവ്സ്, അതായത് ഓൾറെഡി ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ വിവരങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് മ്യൂസിയംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ മ്യൂസിയംസിൽ പോകുമ്പോൾ നമ്മൾ പഴയ കാലത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ മ്യൂസിയംസിൽ നിന്ന്, അതുപോലെ ലൈബ്രറികള്, പേഴ്സണൽ കളക്ഷൻസ് ഓഫ് പീപ്പിൾ, വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കുറെ ശേഖരണങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ആണ് എന്തുണ്ടാക്കുന്നത്? ഈ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 2 കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, അതുപോലെ ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ രാജാക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഈ ഒരു ഹിസ്റ്റോറിയൻസിന് ഹിസ്റ്ററി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്, ഹിസ്റ്ററിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അത് കംപ്ലീറ്റ് ആയിട്ടുള്ളതല്ല, അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. കാരണം അതെന്താണ്? അത് ചില സമയങ്ങളിൽ നമുക്ക് ആ ഒരു സമയത്ത് അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കുറിച്ചാണ്. എടാ, ക്ലാസ് കേൾക്കുമ്പോൾ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചാണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലാവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ, നമുക്ക് വിവരങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ആവുമ്പോൾ ചിലപ്പോൾ കുറെ വിവരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റുള്ളൂ? ഹിസ്റ്ററി തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത്, ഈ ഒരു ഹിസ്റ്ററി എഴുതുമ്പോൾ, ചരിത്രം എഴുതുമ്പോൾ അത് എന്തിനെ കൺസേൺ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക? ഏതെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക് സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഏതെങ്കിലുമൊക്കെ പ്രത്യേക സമൂഹത്തെ, ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള. എടാ, നമ്മൾ എടുക്കുന്നത് എക്സാമിനുള്ള ചാപ്റ്ററുകളാണ്. സിലബസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എക്സാമിന് ഏതെല്ലാം ചാപ്റ്ററുകളാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3rd ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ പറഞ്ഞത്. 3rd ചാപ്റ്റർ ആണ് എക്സാമിനുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത് എക്സാമിനുള്ള ചാപ്റ്ററുകളാണ്. സൈറ്റ് അവൈലബിൾ അല്ല, സൈറ്റ് ബ്ലോക്ക് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തത്. സ്പീഡ് കൂടുതലാണോ? ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ 2 പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഹിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അതുപോലെ ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര്
ഓക്കെ. നോട്ട് ചെയ്യേണ്ട 2 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതില് നമ്മൾ ആകെ 2 പോയിന്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച്, അതായത് മുൻപ് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആളുകളെ കുറിച്ചുള്ള, എടാ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും, ഗൈഡും ഉണ്ടാവും. നോട്ട് സാധാരണ തരാറില്ല. നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ. അയ്യോ, ഞാൻ ചൂടായൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഈ ഒരു ഇതെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട് അല്ലെങ്കിൽ പിന്നെയും കേൾക്കണം എന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റും. ഓക്കെ. നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും സമയം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് പോർഷൻസ് കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ആക്കണം. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞോളൂ. ഈ ഒരു ക്ലാസ്സിൽ ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് പാസ്റ്റ്. ഓക്കെ. അതുപോലെ നമ്മൾ പറയുന്നത്, രണ്ടാമത് പറഞ്ഞൊരു പോയിന്റ്, ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര് എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാലഘട്ടത്തിന്റെ വിവരങ്ങൾ തരുന്ന ആർച്ചീവ്സ് അല്ലെങ്കിൽ മ്യൂസിയംസ്, ലൈബ്രറികള്, അതുപോലെ വ്യക്തിപരമായ ചില ആളുകളുടെ, അതായത് ചില ആളുകള് യാത്ര ചെയ്യാൻ പോകുന്നുണ്ടാവും, അവരുടെ യാത്രാ വിവരണങ്ങൾ ഉണ്ടാവും. അതുപോലെ ഓട്ടോബയോഗ്രഫി, ആത്മകഥകൾ ഉണ്ടാവും, ജീവചരിത്രങ്ങൾ ഉണ്ടാവും. ഇതിൽ നിന്നെല്ലാമാണ് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഹിസ്റ്ററിക്ക് വേണ്ടുന്ന ഡാറ്റ, വിവരങ്ങള് ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര് കളക്ട് ചെയ്യുന്നത്. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഹിസ്റ്റോറിയൻസ് ആർ കൺസേൺഡ് വിത്ത് സ്പെസിഫിക് സൊസൈറ്റീസ്. ഹിസ്റ്റോറിയൻസ് ആർ കൺസേൺഡ് വിത്ത് സ്പെസിഫിക് സൊസൈറ്റീസ്. അതായത് ചരിത്രകാരന്മാര് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ കൺസേൺ ചെയ്തിട്ടായിരിക്കും, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ചരിത്രമായിരിക്കും അവർ തയ്യാറാക്കുന്നുണ്ടായിരിക്കുക. അതായത് ഹിസ്റ്റോറിയൻസ് ആർ കൺസേൺഡ് വിത്ത് സ്പെസിഫിക് സൊസൈറ്റീസ്. ചരിത്രകാരന്മാർ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സൊസൈറ്റിയുടെ, ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള സമൂഹത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ആ ഒരു സമൂഹത്തിന്റെ ചരിത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര് തയ്യാറാക്കുന്നത്. ഓക്കെ. അതുപോലെ ഈ ചരിത്രകാരന്മാർ പറയുന്നത്, ആ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുണ്ടായിരുന്ന ആ ഒരു സൊസൈറ്റിയുടെ ഒരു സിസ്റ്റത്തെ കുറിച്ചായിരിക്കും ആര് പറയുന്നുണ്ടായിരിക്കുക? ഈ ഒരു ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര് പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ. ഇനി നമ്മൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്ക്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. അതിന് വേണ്ടുന്നതായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആർച്ചീവ്സിൽ നിന്നോ, അല്ലെങ്കിൽ മ്യൂസിയംസിൽ നിന്നോ, ലൈബ്രറിയിൽ നിന്നോ, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹിസ്റ്ററിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നത്.
വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ഹിസ്റ്റോറിയൻസ് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സമൂഹത്തെ ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് സൊസൈറ്റീനെ കൺസേൺ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യം തയ്യാറാക്കുന്നത്. അതുപോലെ ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ ആ ഒരു സൊസൈറ്റിയുടെ സിസ്റ്റം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ടായിരിക്കുക. അത്രയുമാണ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും സോഷ്യോളജിയിൽ എന്താണ് പറയുന്നത്? സോഷ്യോളജിയിൽ പറയുന്ന കാര്യങ്ങള് സോഷ്യോളജിയിൽ എന്താ പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്നത് കണ്ടംപററി ആയിട്ടുള്ള സൊസൈറ്റിയെ, കണ്ടംപററി ആയിട്ടുള്ള സമൂഹത്തെ, അതായത് ഇന്നത്തെ വർത്തമാനകാലത്ത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രസന്റ് സൊസൈറ്റി, അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ അതായത് വർത്തമാനകാലത്തെ സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി ഒരു സോഷ്യോളജിസ്റ്റ് എങ്ങനെയാണ്, അതായത് ഈ ഒരു സോഷ്യോളജിക്ക് വേണ്ടുന്നതായ ഡാറ്റ, ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടുന്നതായ ഡാറ്റ എവിടുന്നാ കളക്ട് ചെയ്യുക? ഇപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ ആ ഒരു സബ്ജക്റ്റുകൾക്ക് നമ്മൾ പല കാര്യങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാ ആ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ആ ഒരു പഠിക്കുന്ന രൂപത്തിലേക്ക് ആക്കിയത് എങ്ങനെയാ? അത് പലരും ആദ്യം പഠിച്ച് പിന്നീടാണ് നമുക്ക് പഠിക്കാൻ പാകത്തിന് ഒരു ബുക്കിലേക്ക് ആക്കിയത്. ഓക്കെ, അതുപോലെ ഈ ഒരു സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് സോഷ്യോളജിസ്റ്റ്, അതായത് സോഷ്യോളജി പഠിക്കുന്ന ആളുകള് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ്. ചിലപ്പോൾ അവര് സർവേ നടത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, നിരീക്ഷണത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ ഒരു ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ഒരു കമ്പാരിസൺ, ഒരു താരതമ്യമൊക്കെ നടത്തിയിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യോളജിയെ കുറിച്ചുള്ള ഒരു ഡാറ്റ, സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജിക്ക് വേണ്ടുന്നതായ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജിസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരാളുടെ അടുത്ത് പോയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സമൂഹത്തെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ പറയുകയാണ് ഒരു അട്ടപ്പാടിയിലുള്ള കുറച്ച് ആളുകൾ, അവരെ കുറിച്ച് ഈ ഒരു സോഷ്യോളജിസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോകുന്നു, ഈ ഒരു സോഷ്യോളജിസ്റ്റിന് വേണ്ടുന്നതായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഡാറ്റ. അതായത് വേറൊരാൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയല്ല ഇവിടെ സോഷ്യോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അവര് ഡയറക്റ്റ് ആയിട്ട് പോയി ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ ഹിസ്റ്ററിയിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സോഷ്യോളജിയിൽ എങ്ങനെയാണ്? സോഷ്യോളജിയിൽ അവർക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലയിൽ അവർ പോയി പഠിച്ച് അവിടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അപ്പോ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്: സോഷ്യോളജി ഈസ് principally concerned with the study of contemporary societies. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കണ്ടംപററി സൊസൈറ്റീസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കണ്ടംപററി സൊസൈറ്റീസ്. ഇനി മലയാളത്തിൽ എഴുതുമ്പോൾ കാണുന്നുണ്ടെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്നത് വർത്തമാന കാലത്തെക്കുറിച്ചുള്ള പഠനമാണ്. വർത്തമാനകാല സമൂഹത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കാര്യത്തില് ഏതെങ്കിലും ഒരു സ്പെസിഫിക് സൊസൈറ്റിനെ, ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഒരു ഓക്കെ. ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ ഇവിടെ ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്
ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സൊസൈറ്റിനെ കൺസേൺ ചെയ്തിട്ടുള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കൺസേൺ ചെയ്തിട്ടുള്ളതായിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട്. കേൾക്കുന്നില്ലേ? ഓക്കെ. ഇനി സോഷ്യോളജി ആണെങ്കിലോ, സോഷ്യോളജി ഒരു മൊത്തത്തിൽ ഒരു ഹ്യൂമൻ സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു പഠനമാണ് ആര് നടത്തുന്നത്? സോഷ്യോളജിയിൽ നടത്തുന്നത്. അപ്പൊ ഹിസ്റ്ററിയിൽ എന്താണ്? ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി കൺഫൈൻസ് ഇറ്റ് സെൽഫ് വിത്ത് സ്പെസിഫിക് സൊസൈറ്റീസ്. അതായത് ഹിസ്റ്ററി സ്റ്റഡീസ് അബൌട്ട് എ സ്പെസിഫിക് സൊസൈറ്റി. സോഷ്യോളജി ആണെങ്കിലോ, സോഷ്യോളജി മൊത്തത്തിലുള്ള ഒരു ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ. ഇനി ഈ ഒരു സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹിസ്റ്ററി എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്, കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ചുള്ള സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജി എന്തും കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്, ഈ ഒരു ഹിസ്റ്ററിയും കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു സമൂഹമായപ്പോഴേക്കും ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ സോഷ്യൽ സ്ട്രക്ചറിലും അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ച്, അതായത് സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ എന്തുമാത്രം വ്യത്യാസം വന്നു എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററിയെ ഉപയോഗിക്കാറുണ്ട്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഹിസ്റ്ററിയെ യൂസ് ചെയ്യാറുണ്ട് എന്നാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്. ഓക്കെ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പഠിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, കമ്പാരേറ്റീവ് ആൻഡ് ജനറലൈസിങ് സയൻസ്. ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് എഴുതി വെക്കണേ. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, അതായത് നിരീക്ഷണാത്മകമാണ്, അതുപോലെ കമ്പാരേറ്റീവ് താരതമ്യ പഠനത്തിന് ഉപകരിക്കുന്നതാണ്, അതുപോലെ ജനറലൈസിങ് സയൻസ് മൊത്തത്തിലുള്ള ഒരു ശാസ്ത്രമാണ്. അതായത് ഒരു സമൂഹത്തിന്റെ ഒരു സ്പെസിഫിക് ഏരിയ മാത്രമല്ല, ആ ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളായിരിക്കും എവിടെ പഠിക്കുന്നുണ്ടായിരിക്കുക, ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പഠിക്കുന്നുണ്ടായിരിക്കുക. ഇനി നമ്മൾ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ഒന്നുകൂടെ പറയാം. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, കമ്പാരേറ്റീവ് ആൻഡ് ജനറലൈസിങ് സയൻസ്. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, കമ്പാരേറ്റീവ് ആൻഡ് ജനറലൈസിങ് സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, കമ്പാരേറ്റീവ് ആൻഡ് ജനറലൈസിങ് സയൻസ്. സോഷ്യോളജി എന്ന് പറയുന്നത് നിരീക്ഷണാത്മകമാണ്, താരതമ്യാത്മകമാണ്, അതുപോലെ ഒരു പൊതു പഠനമാണ്, ഒരു പൊതുശാസ്ത്രമാണ്, പൊതുവായ ശാസ്ത്രമാണ്. ഓക്കെ. സോഷ്യോളജി എന്ന് പറയുന്നത് നിരീക്ഷണാത്മകമാണ്, അതുപോലെ താരതമ്യം അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. അതായത് ഇത്രയേ ഇവിടെ പറയുന്നുള്ളൂ. സോഷ്യോളജി എന്താണ്? സോഷ്യോളജി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, സോഷ്യോളജിയിലെ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോ സോഷ്യോളജിയിൽ ഇപ്പൊ ഒരു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോയി ആ സൊസൈറ്റിയുടെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുക. അതായത് നിരീക്ഷണാത്മകം, ഡയറക്റ്റ് ആയിട്ട് പോയി പഠിക്കുന്നുള്ളത്. ഒബ്സർവേഷണൽ എന്ന് പറയുന്നത്. ഇനി കമ്പാരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, താരതമ്യാത്മകം, അതായത് ഒരു സൊസൈറ്റിയിൽ രണ്ട് സൊസൈറ്റികളെ തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുന്നത്. ഇപ്പോ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കമ്പാരിസൺ കേട്ടിട്ടുണ്ടായിരിക്കുക. നമുക്കൊക്കെ മാർക്ക് കിട്ടുന്ന സമയത്ത്, അതായത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ചോദിക്കുന്നുണ്ടായിരിക്കും, അവൻ എത്ര മാർക്ക് അല്ലെങ്കിൽ അവൾക്ക് എത്ര മാർക്ക്, നിനക്ക് എന്താ മാർക്ക് കുറഞ്ഞു, അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കമ്പാരിസൺ, താരതമ്യം എന്ന് പറയുമ്പോൾ. അതുപോലെ സോഷ്യോളജിയിലോട്ട് വരുമ്പോഴത്തേക്കും സോഷ്യോളജിയിൽ കമ്പാരേറ്റീവ് അല്ലെങ്കിൽ താരതമ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? രണ്ട് സൊസൈറ്റികളെ തമ്മിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിഫറൻസുകൾ, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് താരതമ്യം ചെയ്ത് പഠിക്കുന്നതിനെയാണ് ഈ ഒരു സോഷ്യോളജിയിൽ പറയുന്നത്.
ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കിട്ടിയില്ലായിരുന്നോ മനീഷ? ഓക്കെ, എടാ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, കമ്പാറേറ്റീവ് ആൻഡ് ജനറലൈസിങ് സയൻസ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ ഒരു പോയിന്റ്, ഈ ഒരു ഭാഗത്ത് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞ ഒരു പോയിന്റ്, ഹിസ്റ്ററി ബേസസ് ഇറ്റ് സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ്സ്. ഹിസ്റ്ററി ബേസസ് ഇറ്റ് സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ്സ്. അതായത് ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, ഈ ഒരു സെന്റൻസിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറെ അതായത് നേരത്തെ ഉള്ള ഡോക്യുമെന്റ്സിന്റെ ബേസിസിൽ, അതിന്റെ അനാലിസിസിലാണ് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ മ്യൂസിയംസ് ഉണ്ട്, ലൈബ്രറികളുണ്ട്, അല്ലെങ്കിൽ ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഓട്ടോബയോഗ്രഫികളുണ്ട്. ഇതിന്റെ എല്ലാം ബേസിസിലാണ്, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഹിസ്റ്ററി തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു. അതാണ് ഈ ഒരു സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ്സ് എന്ന്. ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ്സ്. എടാ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കിട്ടും, ഗൈഡും കിട്ടും. നിങ്ങൾ ഇതെല്ലാം കൂടെ നോക്കാൻ പോകുന്നുണ്ടോ? ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി കഴിഞ്ഞിട്ട് NIOS +2 സോഷ്യോളജി എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3rd ചാപ്റ്റർ കിട്ടും. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അവസാനത്തെ പോയിന്റിന്റെ ഒന്നുകൂടെ പറയാം. അവസാനം പറഞ്ഞത് ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ്സ്. ഓക്കെ, അപ്പോ അതായത് നമുക്ക് കിട്ടുന്ന, അതായത് ഹിസ്റ്റോറിയൻസ്, ചരിത്രകാരന്മാര് അവർക്ക് കിട്ടുന്ന ആ ഒരു ഡോക്യുമെന്റ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട്, വിശകലനം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം ഈ ഒരു നമ്മൾ എന്താണ് ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞതെന്ന്. ആദ്യത്തെ ക്ലാസ് ആണ്, കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്, കുഴപ്പമില്ല. മൊത്തത്തിൽ എല്ലാവർക്കും സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടോ? ഗൂഗിളിൽ പോയിട്ട് അവിടെ NIOS സോഷ്യോളജി എന്ന് അടിച്ചു കൊടുക്കുക. അതായത് NIOS +2 സോഷ്യോളജി എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, NIOS +2 സോഷ്യോളജി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ചാപ്റ്ററുകളൊക്കെ കാണിക്കും. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് 3ാമത്തെ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്പീഡ് കൂടുതലായിട്ടാണോ തോന്നുന്നത്, അതോ ചിലർക്ക് മാത്രമാണോ ഉള്ളത്? ചാപ്റ്റർ നെയിം 3rd ചാപ്റ്റർ ആണ്. അവിടെ 3ാമത്തെ ചാപ്റ്റർ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. 3rd ചാപ്റ്റർ സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്.
ഓക്കെ, താങ്ക് യു. അപ്പൊ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്. സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസസ്. ഈ സോഷ്യോളജിക്ക് ബാക്കിയുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, ബന്ധം എന്താണെന്നാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിപ്പീറ്റ് ആണ് കേട്ടോ. പിന്നെ ആരും പോയിന്റുകൾ എഴുതി വെക്കണ്ട. ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ചോദിച്ചാൽ മതി. ഈ ഭാഗത്ത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നതാണ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹിസ്റ്ററി എന്താണ്, ഈ ഒരു ചരിത്രം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാ പറഞ്ഞേ. ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ്. ഹിസ്റ്ററി ഈസ് എ സ്റ്റഡി ഓഫ് ദ പാസ്റ്റ്. അതായത് കറക്റ്റ് മലയാളം പറയണമെന്നുണ്ടെങ്കിൽ ഭൂതകാലത്തെ കുറിച്ചുള്ള പഠനമാണ് ചരിത്രം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കുറിച്ച്. അതായത് ഇപ്പൊ നമ്മൾ 2024 ആണെന്നുണ്ടെങ്കിൽ 2024 നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ചരിത്രം, ഇന്നത്തെ ഒരു സമയത്ത് ചരിത്രം എന്ന് പറയുന്നത് 1947 കാര്യമാണ് എന്തെന്ന് പറയുന്നത്. എടാ ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യ്. നമ്മളിങ്ങനെ നോട്ട് കൊടുക്കുന്ന ഒരു ഇത് സാധാരണ ഇല്ല. ഞാനൊന്ന് സ്റ്റഡി സെന്ററിൽ ചോദിച്ചിട്ട് പറയാട്ടോ. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകളാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. അതെ, എക്സ്ട്രാ ഞാൻ ഒരു പോയിന്റുകളും പറയുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ഈ ഒരു ചരിത്രകാരന്മാര് എന്താണ്, ചരിത്രകാരന്മാര് ഈ ഒരു ചരിത്രത്തിന് വേണ്ടുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നത് മ്യൂസിയങ്ങളിൽ നിന്നാണ്. മ്യൂസിയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ലൈബ്രറികൾ, വായനാശാലകളിൽ നിന്നോ. അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള ശേഖരണം, അതായത് ജീവചരിത്രങ്ങളുണ്ട്, ആത്മകഥകളുണ്ട്, അതുപോലെ യാത്രാ വിവരണങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാമാണ് ചരിത്രകാരന്മാര് ഈ ഒരു ചരിത്രം എന്ന് പറയുന്ന കാര്യം, ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ് ഹിസ്റ്റോറിയൻസ് ആർ കൺസേൺഡ് വിത്ത് സ്പെസിഫിക് സൊസൈറ്റീസ്. ഹിസ്റ്റോറിയൻസ് ആർ കൺസേൺഡ് വിത്ത് സ്പെസിഫിക് സൊസൈറ്റീസ്. അതായത് ചരിത്രകാരന്മാര് ഏതെങ്കിലുമൊക്കെ പ്രത്യേക സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അതായത് ചരിത്രകാരന്മാര് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമൂഹങ്ങൾ, പ്രത്യേകമായിട്ടുള്ള, അതായത് എല്ലാ സമൂഹത്തിന്റെയും ചരിത്രം തയ്യാറാക്കില്ല, ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സമൂഹത്തിന്റെ ചരിത്രമായിരിക്കും ചരിത്രകാരന്മാര് തയ്യാറാക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ഈ ഒരു സമൂഹത്തിന്റെ ഒരു പ്രത്യേക സമയത്ത്, ഇപ്പൊ 1798 ഒരു സമൂഹം, ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, ആ ഒരു സമൂഹത്തിന്റെ സിസ്റ്റം എന്താണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യോളജി എന്താണെന്നാണ്. സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് കണ്ടംപററി സൊസൈറ്റീസ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റില് ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് പ്രധാനമായിട്ടും പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. അത് ചിലപ്പോൾ സർവേ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം, അതായത് ഒബ്സർവേഷനിലൂടെ ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് സോഷ്യോളജിസ്റ്റ് ഈ ഒരു സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സൊസൈറ്റീനെ കൺസേൺ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സമൂഹത്തെ കുറിച്ചായിരിക്കും പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും സോഷ്യോളജി മൊത്തത്തിലുള്ള എല്ലാ സമൂഹത്തെ കുറിച്ചുള്ള ഒരു പഠനമായിരിക്കും നടത്തുന്നുണ്ടായിരിക്കുക.
ഹിസ്റ്ററി ഏതെങ്കിലും ഒരു സ്പെസിഫിക് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നു. പക്ഷേ നമ്മൾ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും സോഷ്യോളജിയിൽ എന്താ പഠിക്കുന്നത്? മൊത്തത്തിലുള്ള ഒരു മനുഷ്യ സമൂഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അതാണ് ഇതിന്റെ ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് ഈ രണ്ടും, അതായത് സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഹിസ്റ്ററിയിൽ എന്താണ്? പഴയ കാലത്തെക്കുറിച്ചുള്ള, പഴയ സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഹിസ്റ്ററിയിലുള്ളത്. ഓക്കെ, സോഷ്യോളജിയിലാണെങ്കിൽ കണ്ടംപററി സൊസൈറ്റി, ഇപ്പോഴത്തെ സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു പഠനമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ ഒരു സമൂഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, കണ്ടംപററി സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നേരത്തെക്കാളും പഴയ ആ സൊസൈറ്റിയെക്കാളും ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, അതായത് സമൂഹത്തിന് അല്ലെങ്കിൽ സംസ്കാരത്തിന്, കൾച്ചറിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു പോയിന്റ്, സോഷ്യോളജി ഈസ് ആൻ ഒബ്സർവേഷണൽ, കമ്പാരേറ്റീവ് ആൻഡ് ജനറലൈസിങ് സയൻസ്. അതായത് സോഷ്യോളജി എങ്ങനെയാ പഠനം നടത്തുന്നത്? അത് ചിലപ്പോ ഒബ്സർവേഷൻ നടത്തിക്കൊണ്ടായിരിക്കാം. അതായത് ഒരു സൊസൈറ്റിയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ട്രക്ചർ എന്തെല്ലാമാണ്, അവിടുത്തെ ഒരു സിസ്റ്റം എന്തെല്ലാമാണ്, അവിടെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടുകൊണ്ടായിരിക്കാം. ആ ഒരു സമൂഹത്തിൽ പോയി താമസിച്ച് ആ ഒരു സമൂഹത്തെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കാം ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കാര്യം, അത് അല്ലെങ്കിൽ ഈ ഒരു സോഷ്യോളജിയിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നത്. അതുപോലെ കമ്പയർ ചെയ്തിട്ട് ഒരു സൊസൈറ്റിയെ മറ്റൊരു സൊസൈറ്റിയുമായി താരതമ്യം ചെയ്തിട്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്? ഈ ഒരു സോഷ്യോളജിയിൽ പഠനം നടത്തുന്നത്. ഓക്കെ, അതുപോലെ സോഷ്യോളജിയിൽ മൊത്തത്തിലുള്ള ഒരു സമൂഹത്തെ കുറിച്ചാണ്, അതാണ് ജനറലൈസിങ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പോയിന്റ് ആണ് ഹിസ്റ്ററി ബേസസ് ഇറ്റ്സെൽഫ് ഓൺ ആൻ അനാലിസിസ് ഓഫ് ഡോക്യുമെന്റ്സ്. അതായത് ഹിസ്റ്ററി ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? അതായത് ഡോക്യുമെന്റ്സിനെ വിശകലനം ചെയ്തിട്ടാണ് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത്. പണ്ട് കാലത്തെ, അതായത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹിസ്റ്റോറിയന് കിട്ടുന്ന, ഒരു ചരിത്രകാരന് കിട്ടുന്ന ഡോക്യുമെന്റ്സ് എന്തെല്ലാമാണോ ആ ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഡോക്യുമെന്റ്സ് വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹിസ്റ്ററി തയ്യാറാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതാണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ നമുക്കിവിടെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയണം. എന്താ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് സയൻസ് ഓഫ് ഗവൺമെന്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻസ് ഓഫ് ഗവൺമെന്റ്, അല്ലെങ്കിൽ സയൻസ് ഓഫ് പൊളിറ്റി. ഓക്കെ, ഒരു ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ്, ഒരു ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം, ആ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റുമായി അവിടെ എന്തെല്ലാം ഘടകങ്ങളാണ്, എന്തെല്ലാം ഓർഗൻസ് ആണ് അവിടെ ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കില്ല, എന്നതിനെ കുറിച്ചുള്ള. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻസ് ഓഫ് ഗവൺമെന്റ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻസ് ഓഫ് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിനെ കുറിച്ചുള്ള, അതായത് ഒരു സർക്കാരിന്റെ ശാസ്ത്രമാണ് എന്തെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഒരു സയൻസ്, അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻസ് ഓഫ് ഗവൺമെന്റ് ഓർ ദ സയൻസ് ഓഫ് പൊളിറ്റി ഓർ പൊളിറ്റിക്സ്. അതായത് ഒരു സർക്കാരിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ശാസ്ത്രം എന്ന് നമുക്ക് എന്തിനെ വിളിക്കാൻ പറ്റും? പൊളിറ്റിക്കൽ സയൻസിനെ നമുക്ക് വിളിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഒരു രാഷ്ട്രത്തെ കുറിച്ച്, ഒരു സ്റ്റേറ്റിനെ കുറിച്ച്, അതുപോലെ ആ ഒരു സ്റ്റേറ്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്.
കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ സംസ്ഥാനങ്ങളിൽ ഒരു സർക്കാരുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ് എന്തെന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് other organs of power. Political science is the systematic study of the state and other organs of power. ഇവിടെ ഇത്രേ പറഞ്ഞുള്ളൂ. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെക്കുറിച്ചും അതുപോലെ ആ രാഷ്ട്രത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ഉണ്ടാവുമല്ലോ, വിവിധ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, നമ്മുടെ ഒരു സമൂഹം എടുത്തു നോക്കുകയാണെങ്കിൽ ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഭരണം നടത്തുന്നത്, നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കേന്ദ്രത്തിലൊരു ഭരണമുണ്ട്, നമ്മൾ സംസ്ഥാനത്തിലൊരു ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സർക്കാരുകളുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണോ? പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് അതർ ഓർഗൻസ് ഓഫ് പവർ. Okay, political science is the systematic study of the state and other organs of power. Okay അല്ലേ? ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ, ഒരു സമൂഹത്തിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മള് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ സൊസൈറ്റി. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ സൊസൈറ്റി. അതായത് ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റമാറ്റിക്കിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയല്ല, SYSTEMATIC എന്നാണ്. SYSTEMATIC, സിസ്റ്റമാറ്റിക്. ബാക്കി കറക്റ്റാ? ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു സൊസൈറ്റിയിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡീൽ ചെയ്യുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ സൊസൈറ്റി. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ രാഷ്ട്രവുമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില സ്ഥാപനങ്ങളെ കുറിച്ചാണ് എവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഡീൽ ചെയ്യുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യുന്നത് ഒരു രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ സൊസൈറ്റി. പക്ഷേ അതായത് ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ ഒരു രാഷ്ട്രത്തിന്റെ ഭരണരീതി എങ്ങനെയാണ്, അവിടുത്തെ ഒരു പവർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു രാഷ്ട്രം എടുക്കാന്നുണ്ടെങ്കിൽ, അതെ, നമ്മളൊരു രാഷ്ട്രം എടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രത്തില് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ അതെ അങ്ങനെ തന്നെയാണ്. അതുപോലെ ഡിസ്ട്രിക്ട് ലെവലിൽ ചില അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അതായത് കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും ഭരണം, സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കും ഭരണം,
അതുപോലെ ജില്ലകളിൽ ഉണ്ടായിരിക്കും ഭരണം. അത്തരത്തില് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ വരുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ഒരു നിങ്ങൾ കേട്ടിട്ടില്ലേ സർവേ എന്നൊക്കെ കേട്ടിട്ടില്ലേ, സർവേ എടുക്കാൻ വരുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില നമ്മുടെ സർക്കാരുകള് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ചില ഡോക്യുമെന്റ്സിൽ നിന്ന്, സെൻസസിൽ നിന്ന്, അതുപോലെ ചില സർവേകളിൽ നിന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സോഷ്യോളജിയിലോട്ട് വരുമ്പോഴത്തേക്കും സോഷ്യോളജി എന്താണ്? സോഷ്യോളജിയില് ഒരു എല്ലാ സൊസൈറ്റികളെയും, സോഷ്യോളജി സ്റ്റഡീസ് ഓൾ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ്, സോഷ്യോളജി സ്റ്റഡീസ് ഓൾ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ്, എല്ലാ സൊസൈറ്റികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് എവിടെ, ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത്, സോഷ്യോളജി എന്ന് പറയുന്ന കാര്യത്തിൽ. അതുപോലെ ഒരു ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് എവിടെ ഡീൽ ചെയ്യുന്നത്, ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത്. പക്ഷേ സോഷ്യോളജിയിലോട്ട് വരുമ്പോഴത്തേക്കും സോഷ്യോളജിയില് സമൂഹത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചും എവിടെ പഠിക്കുന്നുണ്ടായിരിക്കും, സോഷ്യോളജിയില് പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പൊളിറ്റിക്കൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബേസ് ചെയ്യുന്നത്. പക്ഷേ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേക്കും സോഷ്യോളജിയില് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്, ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്, സൊസൈറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ ഒരു ഭാഗമാണ്. സോഷ്യോളജി പഠിക്കുമ്പോൾ സോഷ്യോളജിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്നും നമ്മൾ പഠിക്കുന്നത്. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താലോ? ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? എന്താ സൈൻ നോ എന്ന് പറഞ്ഞത്? ആ എക്സാമിന് മലയാളത്തിൽ എഴുതാൻ പറ്റും. നീതു എന്നാണ് പേര്. ആ ഉണ്ടാകും, റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും.
റെക്കോർഡ് ക്ലാസ് അടു അതായത് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇത് സാധാരണ ആവാറുണ്ട്. നിങ്ങൾക്ക് പഠിക്കണം, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പിന്നെയും റിവൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് വായിക്കുന്നത് നല്ലതാണ്. നമുക്കൊരു 35 ചാപ്റ്ററുകൾ ടോട്ടൽ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് എക്സാമിന് വരുന്ന ചാപ്റ്റർ കുറവാണ്. നമ്മൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ടോട്ടൽ എത്ര ചാപ്റ്ററുകൾ ഉള്ളേന്ന്? അതെ. എക്സാമിന് മലയാളത്തിൽ എഴുതാൻ പറ്റും, പക്ഷെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായിരിക്കും. നെക്സ്റ്റ് ക്ലാസ് എന്ന് ചോദിച്ചാൽ നീ സോഷ്യോളജിയുടെ ആണോ ചോദിച്ചേ? ലീവ് ചെയ്തോ. ടെക്സ്റ്റ് ബുക്ക് എന്നാ കിട്ടാന്നൊക്കെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി സെന്ററിൽ ഒന്ന് ചോദിച്ചു നോക്കിട്ടോ. എന്താ ഫനസ, എന്ത് പരിപാടി? എനിക്ക് മനസ്സിലായില്ല. സോഷ്യോളജി ഞാൻ തന്നെയാണ് സാധാരണ എടുക്കാറ്. ഇതൊക്കെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായില്ലേ? എന്താ ഒന്ന് പറയാന്ന് ചോദിച്ചേ, എനിക്ക് മനസ്സിലായില്ല. എന്താണ്? അസൈൻമെന്റ്സ് ഒക്കെ നിങ്ങൾ സ്റ്റഡി സെന്ററിൽ ഒന്ന് ചോദിച്ചു നോക്ക്. ബുക്സ് ഗൈഡ് നിങ്ങൾക്ക് മലയാളത്തിലും കിട്ടാറുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലാണുള്ളത്. അതിന്റെ മലയാളം ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ കേട്ടോ. ഗൈഡ് നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടാറുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വെബ്സൈറ്റിലുള്ളത് ഇംഗ്ലീഷിലാണ്. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. അടുത്തൊരു ക്ലാസ് നമുക്ക് കാണാം കേട്ടോ.